എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ChatGPT അല്ലേ. MBA എക്സാംസ് പാസ് ചെയ്യാം, ലോ എക്സാംസ് പാസ് ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുത സോഫ്റ്റ്വെയർ അല്ലേ. ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ഈ ChatGPT യൂസ് ചെയ്താലോ? ഇനി ഇംഗ്ലീഷ് പഠിക്കണോ? ChatGPT ഉപയോഗിച്ചാൽ പോരെ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും നോക്കാം. Can you correct my English sentences? Of course, ചെയ്യാൻ പറ്റുന്ന. Jump the gun. What does it mean? Draft me an email. I am sick. I can't go to office today. ChatGPT യൂസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിത്തം നമുക്ക് എങ്ങനെ എളുപ്പമാക്കാം, എങ്ങനെയൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ChatGPT ഉപയോഗിച്ച് ചെയ്യാം, ഈ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ തുടങ്ങാം. നമ്മൾ ഓൺലൈൻ മെസ്സേജ് അയക്കില്ലേ ആൾക്കാർക്ക്, അതേപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതാണ് ChatGPT. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് ഇത്രയധികം ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയധികം ബുദ്ധിയോടുകൂടി ഉത്തരങ്ങൾ പറയാൻ കഴിവുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ChatGPT. അപ്പോൾ നമുക്കിതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിന് യൂസ് ചെയ്യാൻ നോക്കാം. വാട്ട് ഇസ് ChatGPT? അതിനോട് തന്നെ ചോദിച്ചു നോക്കാം. ChatGPT is a conversational AI model developed by OpenAI. It uses deep learning techniques to generate human-like responses to text-based inputs. It has been trained on a diverse range of internet text. അപ്പോൾ അതാണ് അവരുടെ കാര്യം. ഇൻ്റർനെറ്റിൽ കുറേ കാര്യങ്ങൾ, കുറേ ഡേറ്റ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ഇൻ്റലിജൻ്റായി സംസാരിക്കാൻ കഴിവുള്ള, ഇൻ്റലിജൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ചാറ്റ് എഞ്ചിനാണ് ChatGPT. അപ്പോൾ ഇൻ്റർനെറ്റിലെ ഡേറ്റ ഉപയോഗിച്ചാണ് സംഭവം ഉണ്ടാക്കിയത്. ഇപ്പം നമ്മൾ മനുഷ്യന്മാർ പഠിക്കുന്നത് എങ്ങനെയാണ്? വീട്ടിലെ ആൾക്കാർ സംസാരിക്കുന്നതും ടി വിയിലും പത്രത്തിലും ബുക്കുകളിലും ടീച്ചർമാർ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കുക അല്ലെ, ലാംഗ്വേജ്. അതുപോലെ ഈ ChatGPT എന്ന് പറയുന്ന സംഭവത്തെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചത് മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ച ഇൻ്റർനെറ്റിലെ ഡേറ്റ, പത്രങ്ങളിലെ വാർത്തകളും വിക്കിപീഡിയ, അങ്ങനെ കുറേ ഡേറ്റ ഇല്ലേ ഇൻ്റർനെറ്റിൽ, അത് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ChatGPT എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിത് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാൻ ഉപയോഗിക്കാൻ നോക്കാം. ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് പ്രധാനമായിട്ട് അവരുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം അല്ലേ. ഈ ChatGPT ആണെങ്കിൽ ധാരാളം ഡേറ്റ ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഗ്രാമർ അതൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനോട് നമുക്ക് ചോദിക്കാം, എൻ്റെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് തരുമോ എന്ന്. അപ്പോൾ ചോദിക്കാം, നമുക്ക് ആദ്യം തന്നെ അതങ്ങ് പറയാം. ക്യാൻ യു കറക്റ്റ് മൈ ഇംഗ്ലീഷ് സെൻറ്റൻസസ്? ഓഫ് കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്. പ്ലീസ് പ്രൊവൈഡ് ദ സെൻറ്റൻസസ് യുഡ് ലൈക്ക് മീ ടു കറക്റ്റ്. ഞാൻ കറക്റ്റ് ചെയ്യേണ്ട സെൻറ്റൻസുകൾ പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ സെൻറ്റൻസ് പറയാണ്. ഐ പ്ലേസ് ക്രിക്കറ്റ്. ഐ പ്ലേ ക്രിക്കറ്റ് അല്ലേ, അപ്പോൾ അതെന്താ പറയുക? ഐ പ്ലേ ക്രിക്കറ്റ്. ക്യാൻ യു ടെൽ മീ വൈ ഇറ്റ് ഇസ് സോ? അതെന്താ അങ്ങനെയെന്ന് പറയൂ. ഐ എം സോറി, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ റെഫറിങ് ടു ബൈ ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാൻ യു ടെൽ മീ വൈ ഇറ്റ് ഇസ് സോ? ഇറ്റ് അതിന് മനസ്സിലാവുന്നില്ല, കുറച്ചൊരു കോണ്ടെക്സ്റ്റ് തരാൻ വേണ്ടി പറയാണ്. അപ്പം വൈ ഇസ് ദിസ് സെൻറ്റൻസ് റോങ്? ഐ പ്ലേസ് ക്രിക്കറ്റ്. The sentence I plays cricket is incorrect because the subject I is singular. I singular ആണ് and requires a singular verb form to agree with it. In this case, the correct verb form would be play, not place. The correct sentence would be I play cricket. അപ്പോൾ I കാരണമാണ് അവിടെ പ്ലേസ് വരാത്ത പ്ലേ വരുന്നത് എന്നാണ് പറയുന്നത്. നമുക്കൊരു സെൻറ്റൻസ് പറയാം, ശരിയാണോ എന്ന് ചോദിക്കാം. Can you correct this sentence for me? How is she do? The sentence how is she do is incorrect. A correct way to ask about someone's well-being would be how is she doing or simply how is she. അപ്പോൾ how is she do എന്ന് പറയരുത്, അവൾ എങ്ങനെയാണ്, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് how is she doing അല്ലെങ്കിൽ how is she, ഇത് രണ്ടും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻകറക്റ്റ് സെൻറ്റൻസ് പറഞ്ഞാൽ അത് അതിൻ്റെ കറക്റ്റഡ് വേർഷൻസ്, അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് ഇസ് ഗുഡ്. ഇനി ചില സമയത്ത് ചില ഫ്രേസുകളുടെ ചില ഇഡിയംസിനൊന്നും അർത്ഥം നമുക്കറിയാം. ഇഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ പറയില്ലേ, തോക്കി കയറി വെടി വെക്കരുത്. അപ്പോൾ ഇതുമാതിരി ഇഡിയംസ്, അതിൻ്റെ അർത്ഥങ്ങൾ ചോദിക്കാം. ഇംഗ്ലീഷിലൊരു ഇഡിയം ഉണ്ട്, ജംപ് ദ ഗൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താ? Jump the gun is an idiomatic expression which means to act too quickly or prematurely, especially in a situation where it is important to wait or be patient. എന്ന് വെച്ചാൽ നമ്മൾ അടങ്ങിയിരിക്കണം, വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് ഇംപേഷ്യൻ്റായി ആക്ട് ചെയ്യുന്നതിനാണ് ജംപ് ദ ഗൺ എന്ന് പറയാം.
For example, if someone jumps the gun in a race, they might start running before the starting gun has been fired, which would disqualify them. എന്നുവെച്ചാൽ ആരെങ്കിലും ഈ റണ്ണിങ് റേസിനൊക്കെ എന്നാണ് വെടിക്കുമ്പോഴേ ഓടേണ്ടത്, അപ്പം അതിന് മുമ്പേ ഓടിയാൽ അവർ ജംപ് ദ ഗൺ ആണ് ചെയ്യണത്. The expression can also be used in a broader sense to refer to acting too quickly or impulsively in any situation without enough thought or preparation. ആവശ്യത്തിന് ചിന്തിക്കാണ്ടും പ്രിപ്പയർ ചെയ്യാണ്ടൊക്കെ എടുത്ത് ചാടി പറയുന്നതിനെയോ എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെയാണ് ജംപ് ദ ഗൺ എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്ന് ആളോട് തന്നെ ചോദിച്ചു നോക്കാം. ക്യാൻ യു യൂസ് ജംപ് ദ ഗൺ in a sentence? Sure, here's an example sentence using jump the gun. I don't want to jump the gun and make an offer before I've had a chance to fully evaluate the property, but it looks like a great investment opportunity. എനിക്ക് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കേണ്ട, അതാണ് ഐ ഡോണ്ട് വോണ്ട് ടു ജംപ് ദ ഗൺ. ഒരു ഓഫർ തരുന്നതിന് മുമ്പ്, എനിക്ക് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ഈ പ്രോപ്പർട്ടി ഒന്ന് നോക്കണം, എന്നിട്ട് അതിന് എത്ര ഉണ്ടെന്നൊന്ന് വിലയിരുത്തണം. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്കറിയാം, പക്ഷെ ആദ്യം എനിക്കൊന്ന് അതൊന്ന് വിലയിരുത്തിയിട്ട് വേണം ഒരു ഓഫർ നൽകാൻ വേണ്ടിയിട്ട്. ഒരു ഓഫർ പറയില്ല, വില പറയില്ലേ, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ജംപ് ദ ഗൺ. അപ്പോൾ നല്ലൊരു സെൻറ്റൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രേസസ് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുക എന്നുള്ളത് പ്രോപ്പറായിട്ട് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് ഒരു സെൻറ്റൻസിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷ് ലേണേഴ്സിന് വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു സംശയമാണ് ഐ ഹാവ് ഗോണും ഐ ഹാവ് ബിൻ. ഇതിൻ്റെ വ്യത്യാസം ചോദിച്ചു നോക്കാം. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ഹാവ് ഗോൺ ആൻഡ് ഐ ഹാവ് ബിൻ? Okay. The difference between I've gone and I've been lies in the tense used and the action being described. I've gone is in the present perfect tense and is used to describe an action that happened in the past and has a connection to the present. It's typically used to talk about a finished action that has an impact on the present situation. For example, I've gone to the store, so I have everything we need for dinner. ഞാൻ സ്റ്റോറിൽ പോയിട്ടുണ്ട്, ഞാൻ ചെയ്ത് കഴിഞ്ഞു ആ സംഭവം, അതുകൊണ്ട് തന്നെ എനിക്ക് ഡിന്നറിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഐ ഹവ് ബിൻ ഇസ് ഓൾസോ in the present perfect tense, but is used to describe an action that started in the past and continues up until the present moment. It's typically used to talk about a state or experience that began in the past and continues to the present. For example, I have been working on this project for the past month. ഒരു മാസം ഞാൻ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്, ഒരു മാസമായിട്ട് ഞാനിത് ചെയ്യുകയാണെന്നാണ് അവിടെ അർത്ഥം. In summary, അപ്പോൾ സമ്മറി പറയുന്നത് I have gone is used to describe a finished action while I have been is used to describe an ongoing action. അപ്പോൾ ഐ ഹവ് ഗോൺ എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്, ഐ ഹവ് ബിൻ എന്ന് പറഞ്ഞാൽ ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആൾ പറയുന്നത്. പക്ഷേ ഐ ഹവ് ബിൻ ടു ഫ്രാൻസ്, ഞാൻ ഫ്രാൻസിൽ പോയിട്ടുണ്ട്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, അത് പറയാനും നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഫുള്ളി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഈ എക്സ്പ്ലനേഷൻ പോരാന്നാണ് ഞാൻ പറയാം. ഇനി ഒരു സെൻറ്റൻസ് കൊടുക്കാം, അത് ശരിയാണോ എന്ന് ആൾ പറയട്ടെ കേട്ടോ. ഐ ഡിഡ്ന്റ് never eat pizza. The sentence I didn't never eat pizza is grammatically incorrect. A correct version would be I've never eaten pizza. The word never negates the verb eat, so there's no need for the verb didn't. എന്നുവെച്ചാൽ നെവർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം വരും, പിന്നെ ഡിഡിൻ്റ് നിന്ന് വീണ്ടും ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത്. Also, the past participle form of the verb eat is eaten, which should be used after have. Can you tell me the correct sentence? The correct sentence would be I've never eaten pizza. അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് അവർ പറഞ്ഞു. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ്, നമ്മൾ ഇത്ര നേരം സംസാരിച്ച കോണ്ടെക്സ്റ്റ് ആൾക്ക് അറിയാം, അല്ലെങ്കിൽ പുതിയൊരു ചോദ്യം ചോദിക്കുന്ന പോലെ തോന്നിയിട്ട് എന്ത് സെൻറ്റൻസ് എന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആൾക്ക് മനസ്സിലായിട്ടുള്ളത് ഓർമ്മയുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറേ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇമെയിലുകൾ അയക്കണമെങ്കിൽ ഇത് കിട്ടു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ അസുഖം കാരണം അത് ലീവാണ്, അപ്പോൾ നിങ്ങളുടെ ബോസിന് ഒരു ഇമെയിൽ അയക്കണം. അപ്പം നമുക്കത് പറയാം, ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാം കേട്ടോ. ഡ്രാഫ്റ്റ് മീ ആൻ ഇമെയിൽ, ഐ ആം സിക്ക്, ഐ കാൺട്ട് ഗോ ടു ഓഫീസ് ടുഡേ. സബ്ജക്റ്റ് ഔട്ട് ഓഫ് ഓഫീസ്, നമ്മുടെ പേര് കൊടുക്കണം. ഡിയർ മാനേജേഴ്സ് നെയിം കൊടുക്കുക. ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് ഐ എം ഫീലിംഗ് അൺവെൽ, സുഖല്യ, and won't be able to come into the office today. I'd like to request a sick day for today. If there is anything urgent that requires my attention,
Please let me know and I will do my best to assist from home. I'll keep you updated on my condition and hope to return to the office as soon as possible. Thank you for your understanding. Best regards, your name. എത്ര വൃത്തിക്കൊരു ഇമെയിൽ ഉണ്ടാക്കി തന്നെ നോക്കി. അപ്പോൾ നമ്മുടെ പേരും മാനേജറുടെ പേരും മാത്രം ഇട്ടാൽ മതി അല്ലേ? സൂപ്പറായി. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിന് ChatGPT സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ChatGPT മാത്രം ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിക്കാണ്ട് സർവൈവ് ചെയ്യാൻ പ്രശ്നം എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് അപ്പം റിപ്ലൈ കൊടുക്കണം. ഇങ്ങനെ ഒരാൾ സംസാരിച്ചിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇതുമാതിരി ഡിക്ഷണറി നോക്കാനോ ChatGPT നോക്കാനോ സമയം കിട്ടില്ല. അപ്പോൾ നേരിട്ട് പെട്ടെന്ന് സംസാരിക്കണമെങ്കിൽ ആ സ്കിൽ നമുക്ക് തന്നെ വേണമല്ലേ? പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കുക, റിപ്പോർട്ട് തയ്യാറാക്കുക, എക്സ്പ്ലനേഷൻ ഉണ്ടാക്കുക, ഇതൊക്കെ ChatGPT നല്ല സുന്ദരമായിട്ട് ചെയ്തു തരും. കാരണം ആൾക്ക് ഇഷ്ടംപോലെ ഡേറ്റ ഉണ്ട്. ആൾ ഇത്രയും കാലം വായിച്ച് ആളിൽ ഫീഡ് ചെയ്ത കുറേ ഡേറ്റ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ചെയ്യാനൊക്കെ. പക്ഷേ ഇത് ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിക്കാണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് റിയൽ ടൈം ഒരാളുടെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റൂ. പക്ഷേ നിങ്ങളുടെ ഇംഗ്ലീഷ് ജേർണിക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ കൊടുത്താൽ ചെയ്യാൻ. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് ലൈവായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ഓരോ കോൺവെർസേഷനായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ റിയൽ ടൈം ആവശ്യത്തിന് നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇതിൻ്റെ വോയിസ് വേർഷൻ ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഈ ചാറ്റ് വേർഷൻ മെസ്സേജ് അയക്കണം മാത്രമേ ഉള്ളൂ. വോയിസ് വേർഷൻ വരികയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഫീച്ചർ കൂടി ഉണ്ട് ഇതിൽ. അപ്പുറത്തെ വശത്ത് ഒരു ഹ്യൂമൻ ബീങ് അല്ലല്ലോ. അപ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്യില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്ത് നോക്കാം ChatGPTയുടെ അടുത്ത്. ക്യാൻ യു ചാറ്റ് വിത്ത് മീ എന്ന് ആദ്യം ചോദിച്ചോക്കാം അല്ലേ? ക്യാൻ യു ചാറ്റ് വിത്ത് മീ ടു ലേൺ ഇംഗ്ലീഷ്? എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവും നോക്കാം. യെസ്, I'd be happy to help you practice English. What would you like to practice or discuss today? How is the weather today in Kochi? കൊച്ചിയിൽ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഐ എം സോറി ബട്ട് ഐ ആം AI ലാംഗ്വേജ് മോഡൽ. ഡു നോട്ട് ഹാവ് ആക്സസ് ടു റിയൽ ടൈം ഇൻഫർമേഷൻ ഇസ് ജസ്റ്റ് കറന്റ് വെദർ. യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ വെദർ. വെദർ വേറെ പോയി കണ്ടുപിടിച്ചോ. ഓക്കെ. ഈസ് ഗ്രീൻ ടീ ഗുഡ് ഫോർ ഹെൽത്ത്? അല്ലേ, ഗ്രീൻ ടീ ആരോഗ്യത്തിന് നല്ലതാണോ ചോദിച്ചു നോക്കാം. സം ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ ടീ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ChatGPT നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പരിശീലനത്തിന് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ChatGPT വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ. സെൻറ്റൻസുകൾ തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാൻ ആളുടെ അടുത്ത് പറഞ്ഞാൽ മതി. കറക്റ്റ് മൈ സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ അത് കറക്റ്റ് ചെയ്ത് ശരിയായ ഓൾട്ടർനേറ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾക്കത് പഠിക്കാൻ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും തോന്നുന്നു. ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും. ബൈ ബൈ.